ഡൂംസ് ഡേ ക്ലോക്കിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അന്ത്യ ദിവസത്തെ ഘടികാരം. ഇത് 1947 മുതൽ ഈ ഭൂമിയിലുള്ള ഒരു ഘടികാരമാണ്. ദി ബുള്ളറ്റിൻ ഓഫ് ആറ്റോമിക് സയൻറ്റിസ്റ്റ്സ് എന്ന് പറയുന്ന ഒരു സംഘടനയുടെ കീഴിലാണ് ഈ ക്ലോക്ക് പ്രവർത്തിക്കുന്നത്. ഈ ക്ലോക്ക് മോണിറ്റർ ചെയ്യുന്നത് ഈ ഭൂമി അതിൻ്റെ അവസാന നാഴികകളിലേക്ക്, അവസാനത്തെ മണിക്കൂറുകളിലേക്ക്, മിനിറ്റുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ അത് എത്രത്തോളം ഈ ഭൂമിയെ അതിൻ്റെ അവസാനത്ത് എത്തിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ചാണ്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഇത് അന്ത്യകാലത്തെക്കുറിച്ച് ഈ ലോകത്തിലെ ശാസ്ത്രജ്ഞന്മാർ വിധി കൽപ്പിക്കുന്ന ഒരു ക്ലോക്കാണ്. അക്ഷരാർത്ഥത്തിൽ ഈ ഒരു ക്ലോക്ക് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ക്ലോക്കിൻ്റെ രൂപത്തിലുള്ള ഒരു മാതൃക നമുക്ക് കാണുവാൻ സാധ്യമാകുന്നില്ലെങ്കിലും ഇതൊരു ശാസ്ത്രത്തിൻ്റെ ഘടികാരമാണ്, ശാസ്ത്രത്തിൻ്റെ ക്ലോക്കാണ്. ഇത് ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ചരിത്രത്തിൽ മുഴുവനും നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ 1947 മുതൽ 2026 ജനുവരി 27 വരെയുള്ള ആ ഒരു പീരീഡിനെ മുഴുവൻ എടുത്തു നോക്കുകയാണെങ്കിൽ 25 പ്രാവശ്യമാണ് ഈ ക്ലോക്കിനെ ചലിപ്പിച്ചിട്ടുള്ളത്. ഈ ക്ലോക്കിനെ വായിക്കുന്നത് ഈ രീതിയിലാണ്. 12 മണി എന്ന് പറയുന്ന ആ ഒരു മണിയിൽ ഈ ക്ലോക്കിൻ്റെ 2 സൂചിയും വന്നു നിൽക്കുന്ന സമയത്ത് ഈ ലോകത്തിൻ്റെ അവസാനമാണ്. ഈ 12 മണിയിലേക്ക് ഈ ക്ലോക്ക് വരാതിരിക്കുന്നതിന് വേണ്ടി ഈ ലോകം ശ്രമിക്കണം എന്നുള്ളതാണ് ഈ ശാസ്ത്രജ്ഞന്മാർ ആവശ്യപ്പെടുന്നത്. എന്നാൽ ഈ 12-ാം മണി നേരത്തേക്ക് അല്ലെങ്കിൽ അടുത്ത ഒരു പുതിയ അധ്യായം ഈ ലോകത്തിന് മുൻപാകെ തുറക്കുന്ന ആ ഒരു അവസ്ഥയിലേക്ക്, ആ 12-ാം മണിയിലേക്ക് ഈ ക്ലോക്ക് വന്നടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഈ ക്ലോക്കിൻ്റെ ചലനങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ വീക്ഷണപ്രകാരം അതിൻ്റെ നിഗമനങ്ങളിൽ എത്തിച്ചേരുന്നവർ ഈ ഭൂമിയെക്കുറിച്ച് പ്രവചിക്കുന്നത്. ശാസ്ത്രം, സാങ്കേതികവിദ്യ, ന്യൂക്ലിയർ വാർഫെയർ, ക്ലൈമറ്റ് ചേഞ്ച് തുടങ്ങിയ മേഖലകളിൽ നടക്കുന്ന സംഭവങ്ങളുടെയും വികസനങ്ങളുടെയും സംഭവ പരമ്പരകളുടെയും അടിസ്ഥാനത്തിലാണ് ഈ ക്ലോക്കിനെ മാനുവലായിട്ട് ശാസ്ത്രജ്ഞന്മാർ ഇതിനെ ചലിപ്പിക്കുന്നത്. ഈ ക്ലോക്കിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുള്ളത്, ഈ ക്ലോക്കിനെ നിയന്ത്രിക്കുന്നത് പാസ്റ്റർമാരോ അല്ലെങ്കിൽ സുവിശേഷകന്മാരോ മത നേതാക്കന്മാരോ ഒന്നുമല്ല. ഇതിനെ നിയന്ത്രിക്കുന്നത് ശാസ്ത്രജ്ഞന്മാരാണ്, ആറ്റോമിക് ശാസ്ത്രജ്ഞന്മാരാണ്, ശാസ്ത്രത്തെക്കുറിച്ച് പഠിക്കുന്നവരാണ്, ന്യൂക്ലിയർ വെപ്പൺസിനെക്കുറിച്ച് പഠിക്കുന്നവരാണ്, ക്ലൈമറ്റ് ചേഞ്ചിനെക്കുറിച്ച് പഠിക്കുന്നവരാണ്, വൈറസുകളെക്കുറിച്ച് വളരെ ശാസ്ത്രീയമായിട്ടുള്ള നിഗമനങ്ങളിൽ എത്തിച്ചേരുന്നവരാണ്, റിസർച്ച് ചെയ്യുന്നവരാണ്. അവരുടെ കണ്ടുപിടുത്തങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ ക്ലോക്ക് എപ്പോൾ 12 മണിയിൽ വന്ന് നിൽക്കുന്നുവോ അന്ന് മാനവജാതി അവസാനിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ഡൂംസ് ഡേ അല്ലെങ്കിൽ അന്ത്യ ദിവസം, അന്ത്യ ന്യായവിധി ദിവസം വരികയാണ്. അതോടുകൂടെ ഈ മാനവജാതി അല്ലെങ്കിൽ നാം വസിക്കുന്ന ഈ ഭൂമിയിൽ മനുഷ്യർ കാണുകയില്ല എന്നുള്ള ആ ഒരു പ്രവചനമാണ്, വാണിംഗാണ് ഈ ക്ലോക്ക് നൽകുന്നത്. മാനവജാതിയെ ഹാം ചെയ്യുന്ന അപകടകരമായ കാര്യങ്ങളെ അപഗ്രഥിച്ച് പഠിച്ച് ഈ ക്ലോക്കിനെ ചലിപ്പിക്കുന്നതിന് വേണ്ടി വളരെ കെയർഫുള്ളായിട്ട് മാത്രമേ ഈ ചലനം അവർ നടത്തുകയുള്ളൂ. ആകെ ഇതുവരെ നടന്നിട്ടുള്ളത് 25 പ്രാവശ്യം മാത്രമാണ് ഈ ക്ലോക്ക് ചലിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ചലിപ്പിച്ചിട്ടുള്ളത്. 1947 ഈ ക്ലോക്ക് സെറ്റ് ചെയ്ത സമയത്ത് അർദ്ധരാത്രിക്ക് വേണ്ടി അല്ലെങ്കിൽ 12 മണിയിൽ എത്തിച്ചേരുന്നതിന് വേണ്ടി 7 മിനിറ്റ് മാത്രം എന്നുള്ള നിലയിലായിരുന്നു ആദ്യത്തെ അതിൻ്റെ ആ ഒരു സെറ്റിംഗ് നടന്നത്. അന്ന് 1947 7 മിനിറ്റ് കൂടി ഉണ്ടെങ്കിൽ, അവരുടെ കണക്കുകൂട്ടലുടെ അടിസ്ഥാനത്തിൽ 7 മിനിറ്റ് കൂടെ ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിലുള്ള മിനിറ്റ് അല്ല, എന്നാൽ അടുത്തിരിക്കുന്നു എന്നുള്ളൊരു കണക്കാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ 7 മിനിറ്റ് മാത്രമേ 1947 ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം പല പ്രാവശ്യം ഈ ക്ലോക്ക് പുറകോട്ടും പോയിട്ടുണ്ട്, മുന്നോട്ടും പോയിട്ടുണ്ട്. അത് ഈ ഭൂമിയുടെ സമാധാനത്തിൻ്റെ അന്തരീക്ഷത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ക്ലോക്ക് ചലിപ്പിക്കുന്നത്. ഇത് സെറ്റ് ചെയ്തത് മുതൽ 1947 മുതൽ അന്ന് 7 മിനിറ്റ് മാത്രമേ ഉള്ളായിരുന്നു. ഇത് അർദ്ധരാത്രിയിൽ അല്ലെങ്കിൽ മിഡ് നൈറ്റിൽ ഹിറ്റ് ചെയ്യുന്നതിന് വേണ്ടി അന്ന് മുതൽ ഇന്ന് വരെയും ഞാൻ പറഞ്ഞതുപോലെ 25 പ്രാവശ്യം ഇതിനെ മാറ്റിയിട്ടുണ്ട്. ഇത് 8 പ്രാവശ്യം ഇത് പുറകോട്ട് പോയിട്ടുണ്ട്. അല്ലെങ്കിൽ മാനവജാതി ഒരു സേഫ് സൈഡിലേക്ക് പോയ നിമിഷങ്ങളായിരുന്നു, വർഷങ്ങളായിരുന്നു അത്. എന്നാൽ വിവിധ സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ 17 പ്രാവശ്യമാണ് ഇത് 7 മിനിറ്റിൽ നിന്നും 12 മണിയിലേക്കുള്ള ദൂരത്തിലേക്ക് അടുത്തു വന്നു പോയത്. ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഇതൊരു സയൻറ്റിഫിക് ക്ലോക്കാണ്. ശാസ്ത്രജ്ഞന്മാർ അവർ ഈ ഭൂമിയുടെ ഓരോ സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ അവർ അത് നീക്കുന്ന ഒരു ക്ലോക്കാണ്. ഇത് മുന്നോട്ട് പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ 12 മണിയോട് അടുക്കുകയാണെങ്കിൽ അത് വാണിംഗ് ആണ്. എന്നാൽ 12 മണിക്ക് പുറകോട്ട് പോവുകയാണെങ്കിൽ അത് നല്ല കാലമാണ് ഈ ഭൂമിയിൽ എന്നുള്ളതാണ് ഈ ക്ലോക്ക് നൽകുന്ന സൂചനകൾ. ഇവർ വളരെ കെയർഫുള്ളായിട്ട് മാത്രമേ ഇത് നീക്കാറുള്ളൂ. കാരണം ഈ ഭൂമിയിൽ നടക്കുന്ന യുദ്ധങ്ങളും യുദ്ധാന്തരീക്ഷങ്ങളും
ന്യൂക്ലിയർ വാർഫെയറിൻ്റെയോ ഒക്കെ അടിസ്ഥാനത്തിൽ മാത്രമേ ഇതിനെ ചലിപ്പിക്കുകയുള്ളൂ. കാരണം അവർ ഇതിൻ്റെ മേൽ അക്കൗണ്ടബിലിറ്റി ഉള്ളവരാണ്, ശാസ്ത്രജ്ഞന്മാരാണ്. അവരുടെ ക്രെഡിബിലിറ്റി അവർ ഈ ക്ലോക്കിന് നൽകിയിരിക്കുകയാണ്. അവരുടെ എല്ലാ കണ്ടുപിടുത്തങ്ങളും പ്രാഗൽഭ്യങ്ങളും ഈ ക്ലോക്കിൽ അവർ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഞാൻ ചില കണക്കുകൾ വായിക്കാം. 1991 ഇത് ഏകദേശം 17 മിനിറ്റ് പുറകോട്ട് പോയതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. 1991 ആണ് ഈ ക്ലോക്ക് പ്രകാരം ഏറ്റവും സേഫായിട്ടുള്ള 1947 മുതലുള്ള കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ 1991 മാനവജാതിക്ക് ഏറ്റവും സേഫായിട്ടുള്ള ഒരു വാഗ്ദാനം നൽകിയ വർഷം എന്ന് പറയുന്നത്. എന്നാൽ 2026 ജനുവരി മാസം 27 അതായത് ചില ആഴ്ചകൾക്ക് മുമ്പ് ഈ ക്ലോക്ക് മിഡ് നൈറ്റിനോട് അല്ലെങ്കിൽ അർദ്ധരാത്രിയോട് ഏറ്റവും അടുത്ത് വന്ന് നിൽക്കുകയാണ്. ഇപ്പോഴത്തെ ഈ ക്ലോക്ക് മാനേജ് ചെയ്യുന്നവരുടെ കണക്കനുസരിച്ച് 85 സെക്കൻഡ് കൂടെ കഴിഞ്ഞാൽ അർദ്ധരാത്രിയിലേക്ക് ഈ ക്ലോക്ക് വന്ന് ഹിറ്റ് ചെയ്യുകയാണ്. മാനവജാതി അവസാനിക്കുവാനായി പോവുകയാണ്. അന്ത്യകാലം മുന്നിൽ വന്നുവെന്ന് ശാസ്ത്രജ്ഞന്മാരുടെ ഒരു കൂട്ടം ആൾക്കാർ ഈ ഭൂമിയിൽ നടക്കുന്ന ഓരോ സംഭവങ്ങളെയും അപഗ്രഥിച്ച് അവർ പ്രവചിക്കുകയാണ്. അതെ, അന്ത്യകാലത്തിൻ്റെ മിഡ് നൈറ്റിലേക്ക് ലോകം നടന്നെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഒരിക്കലും മനുഷ്യന് റിവേഴ്സ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള അപകടങ്ങളിലേക്കാണ് കൊണ്ടുപോകുന്നത്. മനുഷ്യൻ വ്യക്തമായിട്ടുള്ള ഒരു പോസ് ഇപ്പോഴത്തെ അവസ്ഥയിൽ അവർ ഈ ലോകത്തിൽ നടക്കുന്ന സംഭവങ്ങളുടെ മേൽ ഒരു സ്റ്റോപ്പ് ഇട്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ മനുഷ്യർക്കൊരിക്കലും തിരിച്ചു പിടിക്കാൻ വയ്യാത്ത രീതിയിൽ ഒരു വലിയ നാശം, ഒരു വലിയ കാറ്റസ്ട്രോഫെ, ഒരു വലിയ ദുരന്തം മാനവജാതി നേരിടും എന്ന് ഈ ക്ലോക്കിനെ മാനേജ് ചെയ്യുന്നവർ അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മൾ എത്തിച്ചേരുന്ന 2026 ഫെബ്രുവരി മാസം എന്ന് പറയുന്നത് ഈ ക്ലോക്ക് അതിൻ്റെ മിഡ് നൈറ്റിനെ ഹിറ്റ് ചെയ്യുന്നതിന് വേണ്ടി ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്ന ഒരു കാലയളവിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. 2017 ഈ ക്ലോക്ക് 2 മിനിറ്റ് 30 സെക്കൻഡ് അടുത്തായിരുന്നു ഇത് മിഡ് നൈറ്റിനോട് അടുത്ത് നിന്നിരുന്നത്. 2018 2 മിനിറ്റ് അടുത്തു. 2019 2 മിനിറ്റായി വീണ്ടും അത് നിലനിർത്തി. 2020 മുന്നോട്ട് ഈ ക്ലോക്ക് ചലിച്ച് 100 സെക്കൻഡ്, അതായത് 1 മിനിറ്റും 40 സെക്കൻഡും എന്നുള്ള നിലയിൽ ഈ ക്ലോക്ക് ചലിക്കുകയുണ്ടായി. 2023 90 സെക്കൻഡ് അല്ലെങ്കിൽ 1 മിനിറ്റ് 30 സെക്കൻഡ് എന്നുള്ള നിലയിൽ അർദ്ധരാത്രിയോട് അടുത്ത് നിന്നു. 2025 89 സെക്കൻഡായിരുന്നു 1 മിനിറ്റും 29 സെക്കൻഡും. 2026 ജനുവരി 27 85 സെക്കൻഡ് ഏറ്റവും വലിയ സമീപമായി നിൽക്കുന്ന അവസ്ഥ. മിഡ് നൈറ്റിനോട് ഏറ്റവും അടുത്ത് 1 മിനിറ്റ് 25 സെക്കൻഡ് എന്നുള്ള നിലയിൽ നിൽക്കുകയാണ്. 1 മിനിറ്റ് 25 സെക്കൻഡ് എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിലുള്ള ഒരു കണക്കല്ല, എന്നാൽ വളരെ അടുത്ത് വന്ന് നിൽക്കുന്നു എന്നുള്ള ആ ഒരു സൂചനയാണ് നൽകുന്നത്. അതെ, നമ്മുടെ ഈ ലോകം അതിൻ്റെ അവസാനത്തിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്നുവെന്ന് ശാസ്ത്ര സാങ്കേതിക പ്രഗത്ഭരും അഭിപ്രായപ്പെടുകയാണ് ഈ ലോക സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ എന്നുള്ളത് നമ്മൾ പഠനവിധേയമാക്കി നിരീക്ഷിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഇതിനകത്ത് അംഗമായിട്ടുള്ളവർ ഇൻ്റർനാഷണൽ ഗ്രൂപ്പ് ഓഫ് റിസർച്ചേഴ്സാണ്. അതായത് നോബൽ പ്രൈസ് വരെ പ്രാപിച്ചവരുണ്ട്, അല്ലെങ്കിൽ അത് വിൻ ചെയ്തവരുണ്ട്. അന്താരാഷ്ട്രമായ നിലവാരത്തിൽ സയൻറ്റിഫിക് ആയിട്ടുള്ള റിസർച്ചുകൾ നടത്തുന്ന ശാസ്ത്രജ്ഞന്മാരുടെ ഒരു കൂട്ടം ആൾക്കാരാണ് ഈ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നത്. ഇങ്ങനെയൊരു ക്ലോക്ക് രൂപപ്പെടുത്തുന്നതിൻ്റെ പുറകിലുണ്ടായിരുന്ന പശ്ചാത്തലം എന്ന് പറയുന്നത് ഹിരോഷിമയിലെയും നാഗസാക്കിയിലെയും ജപ്പാനിലെ ന്യൂക്ലിയർ ബോംബ് സ്ഫോടനത്തിൻ്റെ ആ ഒരു പശ്ചാത്തലത്തിലായിരുന്നു. മനുഷ്യനിർമ്മിതമായ അപകടങ്ങൾ, മനുഷ്യനെ നശിപ്പിക്കുന്ന സംഭവങ്ങളെ ഒബ്സർവ് ചെയ്തുകൊണ്ട് ഈ ക്ലോക്കിനെ അവർ മാറ്റുകയും അതിൻ്റെ സമയത്തെ ക്ലിപ്തപ്പെടുത്തുകയും ചേഞ്ച് ചെയ്യുകയും ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു. ചുരുക്കം പറഞ്ഞാൽ ഇതൊരു കൗണ്ട് ഡൗൺ ക്ലോക്കാണ്. ഇത് ടിക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് 12 മണി എന്ന് പറയുന്ന ഒരു സമയത്തെ അവിടെ ഹിറ്റ് ചെയ്യുന്നതിന് വേണ്ടി അപകടകരമായ ഒരു സമയം. അന്ന് എന്താണ് സംഭവിക്കുന്നതെന്നൊന്നും ഇവർ പറയുന്നില്ല. എന്നാൽ മാനവജാതിയുടെ അവസാന ദിവസമായിരിക്കും അതെന്ന് ഈ ശാസ്ത്രജ്ഞന്മാരും ഈ ക്ലോക്കും അവകാശപ്പെടുകയാണ്. ന്യൂക്ലിയർ ഭീഷണികളെയും കാലാവസ്ഥാ ഭീഷണികളെയും, അതുമാത്രമല്ല ബയോ ടെററിസം എന്ന് പറയുന്ന ഒരു പുതിയ ടെററിസം. ഈ ടെററിസം എന്ന് പറയുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്, അനുഭവിച്ചിട്ടുള്ളതാണ്. ആ ടെർമിനോളജി നമുക്കൊരു പക്ഷേ അത് പരിചിതമല്ലെങ്കിലും ബയോ ടെററിസം എന്ന് പറയുന്നത് ബാക്ടീരിയ കൊണ്ടും
വൈറസ് കൊണ്ടും മാനവജാതിയെ ആക്രമിക്കുന്ന അപകടകരമായ ഒരു അക്രമം, ഒരു യുദ്ധരീതി ഈ ഭൂമിയിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് കോവിഡ്-19 ആ ഒരു പ്രചാരത്തിൻ്റെ സമയത്ത്, ആ ഒരു വലിയ വൈറസ് ഈ ഭൂമിയിൽ മുഴുവനും വ്യാപരിച്ച സമയത്ത് നമ്മൾ അനുഭവിച്ചതൊരു ടെററിസമായിരുന്നു, അല്ലെങ്കിൽ ഒരു ജൈവ ഭീകരവാദമായിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെയുള്ള സംഭവങ്ങളാണ്, ഈ ഘടകങ്ങളാണ് ഈ ക്ലോക്കിനെ ചലിപ്പിക്കുന്നതിൻ്റെ പുറകിൽ പ്രധാനമായും നിലകൊള്ളുന്ന ഘടകങ്ങൾ അല്ലെങ്കിൽ എലമെൻറ്റുകൾ എന്ന് പറയുന്നത്. 2026 ജനുവരി മാസം 27-ാം തീയതിയാണ് ഈ ക്ലോക്കിൻ്റെ അവസാനത്തെ ചലനമുണ്ടായത്. അത് ഞാൻ പറഞ്ഞതുപോലെ 85 സെക്കൻഡ്, ചരിത്രത്തിലാദ്യമായും ഏറ്റവും അടുത്ത് നിൽക്കുന്ന, അല്ലെങ്കിൽ അർദ്ധരാത്രിയോട്, ആ ഒരു ദുരന്തത്തോട് അടുത്ത് നിൽക്കുന്ന ഒരു കാലയളവിലൂടെ നമ്മൾ സഞ്ചരിക്കുകയാണെന്ന് ഞാൻ പറഞ്ഞുവല്ലോ. അതിൻ്റെ നിഗമനത്തിൽ എത്തിച്ചേരുന്നതിന് വേണ്ടി ഈ സയൻറ്റിസ്റ്റുകൾ എത്തിച്ചേർന്നതിൻ്റെ പുറകിലുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന്, റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം അവരുടെ ആയുധം താഴെ വെക്കാതെ മുന്നോട്ട് പോകുന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ്. രണ്ടെന്ന് പറയുന്നത് ഏഷ്യയിലുള്ള യുദ്ധങ്ങൾ, പ്രധാനമായും ചൈനയിലും ഇന്ത്യയിലും പാകിസ്ഥാനിലുമൊക്കെ നടക്കുന്ന കോൺഫ്ലിക്റ്റുകളുടെ അടിസ്ഥാനത്തിൽ. മൂന്നാമത് എന്ന് പറയുന്നത് ഇസ്രയേലും അമേരിക്കയും ഇറാന് നേരെ നടത്തുന്ന വെല്ലുവിളികളുടെ അടിസ്ഥാനത്തിൽ. അതേ, ഒരു വലിയ ന്യൂക്ലിയർ വെപ്പൺ അല്ലെങ്കിൽ ഒരു വലിയ ന്യൂക്ലിയർ വിസ്ഫോടനം ഈ ഭൂമിയിൽ സംഭവിക്കും എന്നുള്ളത് തന്നെയാണ് ഈ ഒരു റിസർച്ച് നടത്തുന്ന സയൻറ്റിസ്റ്റുകൾ നമ്മളോട് പറയുന്ന വാണിംഗ് എന്ന് പറയുന്നത്. തിരുത്തുവാൻ പറ്റാത്ത ദുരന്തമായി, തികച്ചും ദൈവവിശ്വാസമോ ഒരു മതത്തിൻ്റെ ലേബലോ ഇല്ലാത്ത ഈ ശാസ്ത്രജ്ഞന്മാർ ഇങ്ങനെയുള്ള ഭൂമിയുടെ മുന്നോട്ടുള്ള യാത്രയെ അവർ അതിനെ വിശേഷിപ്പിക്കുമ്പോൾ ബൈബിൾ ക്ലോക്ക് എന്ന് പറയുന്നത് കുറച്ചുകൂടെ ആക്യുറേറ്റ് ആണ്. ബൈബിൾ ക്ലോക്ക് കാണുന്നത് ഈ ഭൂമിയിലെ ക്ലൈമറ്റ് ചേഞ്ചിനെയോ, അല്ലെങ്കിൽ ഈ ഭൂമിയിലെ ന്യൂക്ലിയർ വാർഫെയറിനെയോ, അല്ലെങ്കിൽ ടെററിസത്തെയോ മാത്രമല്ല, എന്നാൽ അതിനേക്കാൾ അപ്പുറമായി ബൈബിൾ ക്ലോക്ക്, അല്ലെങ്കിൽ ബൈബിൾ പ്രവചനത്തിൻ്റെ ക്ലോക്ക്, അത് അന്ത്യകാലത്തിലേക്ക് പോവുകയാണ്, അത് ചലിച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ കാലം മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണെന്ന് ബൈബിൾ പ്രോഫറ്റിക്കൽ ക്ലോക്കും വളരെ ശക്തമായി നമ്മളോട് മുന്നറിയിപ്പ് നൽകുന്നു എന്നുള്ളത് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഡൂംസ് ഡേ ക്ലോക്കും ബൈബിൾ പ്രോഫറ്റിക്കൽ ക്ലോക്കും കൂടെ നമ്മളൊന്ന് എടുത്തു നോക്കുകയാണെങ്കിൽ, ഒരുമിച്ച് ചേർത്ത് വെക്കുകയാണെങ്കിൽ, നമ്മുടെ ഈ ഭൂമി പൊയ്ക്കൊണ്ടിരിക്കുന്നത്, ഇത് ടിക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇത് അടിച്ചുകൊണ്ടിരിക്കുന്നത് തീർച്ചയായും ഒരു അർദ്ധരാത്രിയുടെ അനുഭവത്തിലേക്കാണ്, അല്ലെങ്കിൽ ഒരു ഇരുട്ടിൻ്റെ, ഒരു കാറ്റസ്ട്രോഫയുടെ, ഒരു ദുരന്തത്തിൻ്റെ അനുഭവത്തിലേക്കാണ്. നമ്മളൊരു ദുരന്തത്തെ അപ്രോച്ച് ചെയ്യുകയാണ് എന്നുള്ളത് വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഒരു കൂട്ടം ആൾക്കാർക്ക്, അല്ലെങ്കിൽ ദൈവത്തെ അറിയാത്തവർക്ക്, മാനസാന്തരപ്പെടാത്തവർക്ക്, ദൈവഭക്തിയോടുകൂടെ ജീവിക്കാത്തവർക്ക് അത് നാശ ദിവസമാണെന്നും, ദൈവ മക്കളെ സംബന്ധിച്ചിടത്തോളം അത് വീണ്ടെടുപ്പിൻ്റെ ദിവസമാണ് എന്നുള്ളതുമാണ് വളരെ വ്യക്തമായി പറയുന്നത്. ബൈബിൾ അതിനെ ഡൂംസ് ഡേ ക്ലോക്ക് എന്നല്ല വിളിക്കുന്നത്. അതെ, അതൊരു ഡൂംസ് ഡേ തന്നെയാണ്. ദൈവം ഇല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം, ദൈവത്തിൻ്റെ പുത്രനായ യേശുക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച്, രക്ഷിതാവായി സ്വീകരിച്ച്, പാപമോചനം പ്രാപിച്ച് ദൈവസന്നിധിയിൽ നീതീകരണം പ്രാപിക്കാത്ത സകലർക്കും അതൊരു ഡൂംസ് ഡേ തന്നെയായിരിക്കും. അത് അന്ത്യ സകലത്തിൻ്റെയും അവസാനത്തിൻ്റെ ദിവസമായിരിക്കും. എന്നാൽ യേശു ക്രിസ്തുവിൽ ജീവിതം സമർപ്പിച്ചവരെ സംബന്ധിച്ചിടത്തോളം അതൊരു ഡൂംസ് ഡേ അല്ല, അതൊരു രാത്രിയുമല്ല, അത് അർദ്ധരാത്രിയുമല്ല. ബൈബിൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണ്: രാത്രി അവസാനിക്കുവാൻ സമയമായി, ഇരുള് അവസാനിക്കുവാൻ സമയമായി, വെളിച്ചം ഉദിക്കുവാൻ സമയമായി. നീതിസൂര്യനായ യേശു ക്രിസ്തുവിൻ്റെ ഉദയത്തിൻ്റെ സമയമാണ് ഇതെന്ന് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്. ഇത് ലോകത്തെ സംബന്ധിച്ചിടത്തോളം, പ്രത്യാശയില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഡൂംസ് ഡേ ക്ലോക്കാണ് എങ്കിൽ, ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഡൂംസ് ഡേ അല്ല, ഇത് ഉയിർപ്പിൻ്റെ ക്ലോക്കാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇതിനകത്ത് നിന്ന് ആരെയും എക്സംപ്റ്റഡ് ആകുവാൻ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സുദിനങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രത്യാശയിൽ നിന്ന്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആ പ്രത്യാശയുടെ ദിവസത്തിൽ നിന്ന് നമ്മൾ ആരും മാറിയിരിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ യുഗത്തിൻ്റെ പേര് കൃപായുഗം എന്നുള്ളതാണ്. ആർക്കും ഈ ഒരു യുഗത്തിൽ പ്രവേശിക്കുവാൻ യേശുക്രിസ്തുവിലൂടെ ദൈവം സ്വാതന്ത്ര്യം നൽകുകയാണ്. ആൺ പെൺ വ്യത്യാസമില്ലാതെ, ഏത് മതത്തിൽ നിന്നോ, ഏത് കളറിൽ നിന്നോ, ഏത് വംശത്തിൽ നിന്നോ, ഏത് വർണ്ണങ്ങളിൽ നിന്നോ ഈ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷത്തിലൂടെ ദൈവസന്നിധിയിൽ വരുന്നതിന് വേണ്ടി ഈ ദൈവവചനം നമുക്ക് സവിശേഷ അധികാരങ്ങളും അവകാശങ്ങളും യേശുക്രിസ്തുവിലൂടെ നൽകുന്നു എന്നുള്ളത് യേശുക്രിസ്തുവിൻ്റെ സന്ദേശത്തിൻ്റെ പ്രത്യേകതയാണ്. ദൈവത്തിൻ്റെ വചനവും അത് തന്നെയാണ് പറയുന്നത്. അവസാനം വരികയാണ്, നമുക്കതിൻ്റെ ദിവസം എന്തെന്നറിയില്ല, പക്ഷേ വളരെ വ്യക്തമായി നമുക്കറിയാം, അതെ, ഒരു ക്ലോക്ക് ചലിച്ചുകൊണ്ടിരിക്കുകയാണ്.
ആ ക്ലോക്ക് ചില നാശങ്ങളുടെ ക്ലോക്കാണ്. അതേസമയവും അത് നീതീകരണത്തിൻ്റെയും നീതിമാന്മാരുടെ തേജസ്കരണത്തിൻ്റെയും ദിവസത്തിൻ്റെ ക്ലോക്കാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു. ഡൂംസ് ഡേ ക്ലോക്ക് പറയുന്നത് ഒരു സെൽഫ് ഡിസ്ട്രക്ഷനിലേക്ക് മാനവജാതി പോവുകയാണെങ്കിൽ, സ്വയനാശീകരണത്തിലേക്ക് മാനവജാതി നടന്നെടുക്കുകയാണെങ്കിൽ, ദൈവത്തിൻ്റെ വചനം പറയുന്നത് മാനവജാതി സ്വയമായി ഒടുങ്ങുകയല്ല, ദൈവത്തിൻ്റെ കൃത്യനിർണയങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും ഈ സംഭവങ്ങൾ നടക്കുവാൻ പോകുന്നതെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുകയാണ്. അപ്പോസ്തലനായ പൗലോസിൻ്റെ വാക്കുകൾ നമ്മൾ കടം കൊടുക്കുകയാണെങ്കിൽ 2 തിമോഥെയോസ് 3:1 വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും എന്നറിയുക. ദുർഘട സമയങ്ങൾ ഒരു ക്ലോക്കാണത്. മനുഷ്യർ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും വമ്പ് പറയുന്നവരും അഹങ്കാരികളും ദൂഷകന്മാരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും നന്ദി കെട്ടവരും അശുദ്ധരും വാത്സല്യമില്ലാത്തവരും ഇണങ്ങാത്തവരും ഏഷണിക്കാരും അജിതേന്ദ്രിയന്മാരും ഉഗ്രന്മാരും സൽഗുണദ്വേഷികളും ദ്രോഹികളും ധാർഷ്ട്യക്കാരും നിഗളികളുമായി ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തി ത്യജിക്കുന്നവരുമായിരിക്കും. അങ്ങനെയുള്ളവരെ വിട്ടൊഴിയുക എന്ന് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്. അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ദി പെരിലസ് ടൈം, അല്ലെങ്കിൽ അപകടകരമായ, ഡിഫിക്കൽട്ടായ, ബുദ്ധിമുട്ടേറിയ, ഹാർഡായിട്ടുള്ള, റിസ്കി ആയിട്ടുള്ള സമയങ്ങളിൽ നമ്മൾ അകപ്പെടുമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്. മത്തായിയുടെ സുവിശേഷത്തിൽ 24 അധ്യായത്തിൽ യേശു കർത്താവും ഇങ്ങനെ ഒരു സമയത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ 4 മുതലുള്ള വാക്യങ്ങളിൽ അതിന് യേശു ഉത്തരം പറഞ്ഞത്: ആര് നിങ്ങളെ തെറ്റിപ്പാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുവീൻ. ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ അനേകർ എൻ്റെ പേരെടുത്തു വന്ന് പലരെയും തെറ്റിക്കും. നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെക്കുറിച്ചും കേൾക്കും. ചഞ്ചലപ്പെടാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുവീൻ. എന്നാൽ അത് സംഭവിക്കേണ്ടത് തന്നെ. എന്നാൽ അത് അവസാനമല്ല. ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും. ക്ഷാമവും ഭൂകമ്പവും അവിടെ ഉണ്ടാകും. എങ്കിലും ഇതൊക്കെയും ഈറ്റുനോവിൻ്റെ ആരംഭമത്രേ. വളരെ വ്യക്തമായി പറയുകയാണ്. അതേ, ഒരു ഈറ്റുനോവ് ഈ ഭൂമിയിൽ നടക്കുമ്പോൾ ഒരു പുത്രൻ്റെ ജനനം ഉണ്ടാകുന്നത് പോലെ ദൈവമക്കളാകുന്ന നമ്മളുടെ തേജസ്കരണവും നമ്മുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയും നടക്കുന്ന ആ നല്ല സുദിനത്തെക്കുറിച്ചാണ് യേശു കർത്താവ് പറയുന്നത്. ഒരു വശത്ത് ലോകത്തിൽ വലിയ ഡിസ്ട്രക്ഷൻസ് ഉണ്ടാകുമ്പോൾ, മറുവശത്ത് ഒരു കുഞ്ഞിന് ജനനം നൽകുന്നത് പോലെ യേശു കർത്താവിൻ്റെ അപ്പിയറൻസും ദൈവമക്കളുടെ തേജസ്കരണവും ഒരുപോലെ നടക്കുന്നു എന്നുള്ളത് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. യെസ്, ദ ടൈം ഈസ് റണ്ണിങ് ഔട്ട്. വളരെ പെട്ടെന്ന് സംഭവിക്കത്തക്ക രീതിയിൽ സമയം നമ്മുടെ മുൻപിലില്ല എന്നുള്ളത് ഈ ക്ലോക്കുകളും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വാക്കുകളും പൗലോസിൻ്റെ മുന്നറിയിപ്പുകളും നമ്മളോട് വ്യക്തമായി മുന്നറിയിപ്പുകൾ നൽകിക്കൊണ്ടിരിക്കുന്നു. നാം എന്തു ചെയ്യണമെന്നുള്ളതാണ് വിശുദ്ധ വേദപുസ്തകം പറയുന്നത്. വളരെ വ്യക്തമായ ഒരു ഉപദേശമുണ്ട്. ആ ഉപദേശം തിമോഥെയോസിൻ്റെ 1 ലേഖനം 2 അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ ഇങ്ങനെയാണ് പറയുന്നത്: എന്നാൽ സകല മനുഷ്യർക്കും നാം സർവഭക്തിയോടും ഘനത്തോടും കൂടെ സാവധാനതയും സ്വസ്ഥതയുമുള്ള ജീവനം കഴിക്കേണ്ടതിന് വിശേഷാൽ രാജാക്കന്മാർക്കും സകല അധികാരസ്ഥന്മാർക്കും വേണ്ടി യാചനയും പ്രാർത്ഥനയും പക്ഷപാതവും സ്തോത്രവും ചെയ്യണമെന്ന് ഞാൻ സകലത്തിനും മുൻപേ പ്രബോധിപ്പിക്കുന്നു. അത് നമ്മുടെ രക്ഷിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നല്ലതും പ്രസാദകരവുമായിരിക്കുന്നു എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. അവൻ സകല മനുഷ്യരും രക്ഷ പ്രാപിക്കുവാനും സത്യത്തിൻ്റെ പരിജ്ഞാനത്തിലെത്തുവാനും ഇച്ഛിക്കുന്നു. ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ, എല്ലാവർക്കും മറുവിലയായി നൽകിയ ക്രിസ്തുയേശു തന്നെ. എല്ലാവരും ദൈവത്തിൻ്റെ വീണ്ടെടുപ്പിൻ്റെ ഭാഗമാകുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് പ്രാർത്ഥനയോടെ ഭക്തിയോടുകൂടെ ഈ ദിവസങ്ങളിൽ ജീവിക്കണമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. യോബേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള ആ ഒരു വാക്ക് നമ്മൾ കടമെടുക്കുകയാണെങ്കിൽ, വസ്ത്രങ്ങളെയല്ല ഹൃദയങ്ങളെ കീറി മുറിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ അനുതാപത്തോടുകൂടെ വന്ന് പ്രാർത്ഥനയോടുകൂടെ കാത്തിരിക്കേണ്ട സമയമാണ്. അതെ, ഡൂംസ് ഡേ ക്ലോക്ക് അവസാനത്തെ മിനിറ്റുകളിലേക്ക് നടന്നെടുക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രവചനങ്ങൾ ഓരോന്നും നമ്മുടെ മുൻപിൽ നിറവേറിക്കൊണ്ട് അന്ത്യകാലത്തിൻ്റെ ക്ലോക്കിലേക്ക്, അല്ലെങ്കിൽ അന്ത്യകാലത്തിൻ്റെ പ്രത്യക്ഷതയിലേക്ക് നമ്മുടെ ലോകം അതിവേഗം ചീറിപ്പായുന്നുവെന്ന് സത്യവേദപുസ്തകമായ ബൈബിളും നമ്മളോട് മുന്നറിയിപ്പ് നൽകുന്നു. ഭാരപ്പെടുവാനോ ഭയപ്പെടുവാനോ അല്ല, നമ്മുടെ വീണ്ടെടുപ്പ് അടുത്തിരിക്കുന്നു എന്ന് മനസ്സിലാക്കി യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി കാത്തിരുന്നുകൊണ്ട് നമ്മുടെ വിശ്വാസത്തെ ഉറപ്പിക്കുവാനും പ്രത്യാശയിൽ ധൈര്യപ്പെടുവാനും കർത്താവ് നമുക്ക് അനേകം അവസരങ്ങൾ നൽകട്ടെ എന്നും ഞാൻ ഈ സമയം പ്രാർത്ഥിക്കുന്നു.